നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1979 ഇസ്ലാമിക് വിപ്ലവമായിരുന്നു ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. പിന്നീട് ഇറാന്റെ പരമോന്നത നേതാവായി റൂഹല്ല ഖമേനി അധികാരത്തിലെത്തി. റൂഹല്ലയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ അലി ഖമനേയി 1980 ഇറാൻ ഇറാഖ് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാഖിന് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക കളത്തിലിറങ്ങി. 1984 US ഇറാനെ മുദ്രകുത്തി, അതും തീവ്രവാദ രാജ്യങ്ങളുടെ പട്ടികയിൽ. 2002 US ഇറാനെ ഇറാഖിനും ഉത്തര കൊറിയയ്ക്കുമൊപ്പം തിന്മയുടെ അച്ചുതണ്ടിൽ ഉൾപ്പെടുത്തി. ഇറാൻ ആണവായുധം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്ന് 2003 അമേരിക്ക തന്നെയാണ് ആണവോർജ ഏജൻസിയോട് പറയുന്നത്. പിന്നീട് യുറേനിയം സമ്പുഷ്ടീകരണങ്ങളുടെ പേരിൽ ഇറാനെതിരെ തുടർച്ചയായ ഉപരോധങ്ങൾ. 2013 അന്നത്തെ US പ്രസിഡന്റ് ബറാക് ഒബാമയും മറ്റ് 6 രാജ്യങ്ങളും ഇറാനുമായി ആണവക്കരാറിലെത്തി. ഈ ആണവക്കരാർ USനെ സംബന്ധിച്ച് ഒരു തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് പിന്നീട് അവർ തന്നെ മനസ്സിലാക്കി. 2017 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറാൻ ഉൾപ്പെടെ 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് USൽ പ്രവേശിക്കാൻ താൽക്കാലിക വിലക്ക്. USന്റെ നീക്കം ഇറാനെ ചൊടിപ്പിച്ചു. തുടർന്നായിരുന്നു USനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം. US തങ്ങളുടെ വ്യോമപരിധിയിലാണ് എന്ന് ഇറാൻ വീമ്പിളക്കി. തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ USനെ തകർക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ വെല്ലുവിളി. ഒടുവിൽ ആണവക്കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണ് എന്ന് 2018 ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ അടുത്ത നീക്കം. 2020 ട്രംപ് ഉത്തരവിട്ട സൈനിക നടപടിയിലൂടെ ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചുകൊണ്ടുള്ള നടപടി. ഇതോടെ ട്രംപിനെ തങ്ങളുടെ വൈര്യത്തിന്റെ മുൾമുനയിൽ നിർത്തി ഇറാൻ. എക്കാലത്തും ആയത്തുള്ള അലി ഖമനേയി സ്വപ്നം കണ്ടിരുന്നത് ഒരു ആണവായുധം തന്നെ. ഇസ്രയേലിനെ ഭൂമുഖത്തു നിന്ന് തങ്ങൾ തുടച്ചു നീക്കുമെന്ന് അവർ തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകി. ഒപ്പം അമേരിക്കയ്ക്ക് മരണമാണ് ഇറാൻ വിധിക്കുന്നത് എന്ന് അലി ഖമനേയി തുടർച്ചയായി പറഞ്ഞു. ഒടുവിലിതാ ഇസ്രയേൽ തൊടുത്തുവിട്ട ആക്രമണ പരമ്പര. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ രണ്ടാമതെത്തിയ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ അത്ര കണ്ട് അടുപ്പിക്കുന്നില്ല എന്ന് തുടക്കത്തിൽ നമുക്ക് തോന്നി. എന്നാൽ പിന്നീട് ബെന്യമിൻ നെതന്യാഹുവിനെ ചേർത്ത് പിടിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, മറുവശത്ത് ഇറാനെതിരെ തുടർച്ചയായ മുന്നറിയിപ്പുകൾ നൽകുന്ന അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനെ ആക്രമിക്കാൻ സമയമായി എന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ചറിയിച്ച നെതന്യാഹുവിനോട് അരുതെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് മെയ്യിൽ പശ്ചിമേഷ്യ സന്ദർശിച്ചപ്പോൾ ഇസ്രായേലിലേക്ക് പക്ഷേ ട്രംപ് പോയില്ല. ഇസ്രായേലിൻ്റെ അയൽ രാജ്യമായിരുന്ന സിറിയയ്ക്ക് US ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ നീക്കിക്കൊണ്ട് ട്രംപ് ഇസ്രായേലിനെ പിന്നെയും ചൊടിപ്പിച്ചു. യുദ്ധക്കൊതിയനെന്ന് പൊതുവെ ആക്ഷേപം കേൾക്കുന്ന നെതന്യാഹുവിൽ നിന്ന് അകലം പാലിക്കുന്ന ട്രംപിനെയാണ് പൊതുവെ ലോകം കണ്ടത്. എന്നാൽ എല്ലാത്തിൽ നിന്നും മലക്കം പറഞ്ഞ് ഇക്കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ട്രംപിൻ്റെ നീക്കം. നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധ തെറ്റിച്ച് അതിസൂക്ഷ്മ മുന്നൊരുക്കമാണ് ഇറാനിൽ ആക്രമണത്തിനായി US നടത്തിയത്. കൂടുതൽ വിമാനങ്ങളെ മറ്റൊരു വഴിക്ക് പറത്തി നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നു പേരിട്ട ഈ ദൗത്യത്തിന് US അസാധാരണമായ സൂക്ഷ്മത കാട്ടി. US ഭരണകൂടത്തിലെ ഏതാനും ചിലർ മാത്രമാണ് ഈ ഓപ്പറേഷന്റെ സൂക്ഷ്മാംശങ്ങൾ മനസ്സിലാക്കിയത്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയിലും ശനിയാഴ്ച പുലർച്ചെയിലുമായി 20 B-2 ബോംബർ വിമാനങ്ങൾ USലെ മിസോറിയിലുള്ള വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് പറന്നുയർന്നു. ഇതിൽ ഏതാനും വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗ്വാം ലക്ഷ്യമാക്കി പടിഞ്ഞാറേക്ക് പറന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആക്രമണ ദൗത്യം ഏൽപ്പിച്ചിരുന്ന 7 B-2 ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ 125 യുദ്ധവിമാനങ്ങൾ വിവിധ US താവളങ്ങളിൽ നിന്ന് B-2 ബോംബറുകൾക്ക് അകമ്പടിയായി പറന്നുകൊണ്ടിരുന്നു. 18 മണിക്കൂർ നീണ്ട യാത്രയിൽ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ പലതവണ ഇന്ധനം നിറച്ചു. ആക്രമണ ദൗത്യം ഏൽപ്പിച്ചിരുന്ന B-2 ബോംബർ വിമാനങ്ങൾ 11,200 കിലോമീറ്റർ പറന്ന് ഇറാന്റെ വ്യോമമേഖലയിലെത്തി. അതേസമയം ഒരു ദിവസം മുൻപ് തന്നെ ഇസ്രയേലിന്, പ്രത്യേകിച്ച് ബെന്യമിൻ നെതന്യാഹുവിന് ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ US കൈമാറിയിരുന്നു.
വ്യോമമേഖല പരിപൂർണ സുരക്ഷിതമായി ഇസ്രയേൽ സൂക്ഷിച്ചു. ഒടുവിൽ ഇറാൻ സമയം പുലർച്ചെ 2:10 കടലിൽ നിന്ന് US അന്തർവാഹിനി 2 ഡസനിലേറെ ടോമഹോക്ക് മിസൈലുകൾ ഇസ്ഫഹാൻ ലക്ഷ്യമാക്കി തൊടുത്തു. ഇസ്രയേലിൻ്റെ ശ്രദ്ധയത്രയും ഇസ്ഫഹാൻ മേഖലയിലേക്ക് തിരിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് നതാൻസിന് നേർക്കും ടോമഹാക്ക് മിസൈലുകൾ. ഇതിനിടയിൽ ശ്രദ്ധ തെറ്റിക്കാൻ ബോംബർ വിമാനങ്ങൾക്ക് മുകളിലായി അതിവേഗ യുദ്ധവിമാനങ്ങൾ ഉയരത്തിൽ പറന്നു. തുടർന്ന് ഇറാനിൽ കടന്ന B-2 ബോംബർ വിമാനങ്ങൾ ഭൂമി തുരന്ന് സ്ഫോടനം നടത്തി. GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അവിടെ വർഷിച്ചത്. ഓപ്പറേഷന് ശേഷം ലോകത്തോട് ട്രംപ് പറഞ്ഞു, ഫോർദോ ഇനിയില്ല. നതാൻസ്, ഇസ്ഫഹാൻ, ഭൂഗർഭ ആണവ നിലയങ്ങൾക്ക് നേരെയും നടന്നത് അതിശക്തമായ ആക്രമണങ്ങൾ. ഒടുവിൽ ഉപഗ്രഹ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അമേരിക്ക ലോകത്തോട് പറയുന്നു, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളുടെ നട്ടെല്ല് നമ്മൾ തകർത്തിരിക്കുന്നു. US സൈന്യത്തിൻ്റെ ഉജ്ജ്വല വിജയമാണ് ഈ ഓപ്പറേഷൻ എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇപ്പോഴിതാ ഒട്ടനവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. G2 ഉച്ചകോടിക്കായി കാനഡയിലെത്തിയ ഡൊണാൾഡ് ട്രംപിന് കൃത്യമായ മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു. ആ മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപിനെ ഇത്രയധികം ചൊടിപ്പിച്ചതും. ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ മണ്ണിൽ നാശം വിതയ്ക്കുമെന്ന് ഇറാൻ മുൻപ് തന്നെ അമേരിക്കയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. അമേരിക്കയിലുള്ള ഇറാൻ സ്ലീപ്പർ സെൽ തീവ്രവാദികളെ അഴിച്ചുവിടുമെന്ന് ഇറാൻ അദ്ദേഹത്തിന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ഇപ്പോൾ വാർത്തകൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ട്രംപ് ഉത്തരവിടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് ഭരണകൂടത്തിന് ഒരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ തൻ്റെ ഓപ്ഷനുകൾ പരിഗണിക്കുന്നതായി ജൂൺ 16 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ടെഹ്റാനിൽ ഇസ്രയേൽ ബോംബാക്രമണങ്ങൾ നടത്തുന്നതുകൊണ്ട് ജനങ്ങൾ ഒഴിഞ്ഞുപോകാൻ ട്രംപ് തുടർച്ചയായി ആഹ്വാനം ചെയ്ത ദിവസങ്ങൾ. വൈറ്റ് ഹൗസ് സിറ്റുവേഷൻ റൂമിൽ തൻ്റെ സുരക്ഷാ സംഘവുമായി നേരത്തെ കൂടിക്കാഴ്ചകൾ നടത്താൻ ട്രംപ് പദ്ധതിയിട്ടിരുന്നു. ഇതിനിടയിലാണ് G7 ഉച്ചകോടിയിൽ നിന്ന് പോയതിനു ശേഷം ട്രംപ് എയർഫോഴ്സ് 1-ൽ മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചതും. US ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ പലവിധത്തിൽ അമേരിക്കയ്ക്ക് നേരെ ആക്രമണങ്ങൾ തൊടുത്തുവിടുമെന്ന ഭീഷണിയാണ് നേരത്തെ ഇറാൻ മുഴക്കിയത്. എന്നാൽ ഈ ഭീഷണികളെ പരിഹസിച്ച് തള്ളി ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ ആക്രമണങ്ങൾക്കുള്ള ഉത്തരവിട്ടു. 2020 ജനുവരിയിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക കമാൻഡറുടെ മരണത്തിന് അമേരിക്ക ഉത്തരവാദിയാണെന്നും ഇതിന് ട്രംപിന് മറുപടി പറയേണ്ടി വരുമെന്നും നേരത്തെ അലി ഖമനേയി പറഞ്ഞിരുന്നു. US-ലെ തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ അമേരിക്കയ്ക്ക് നേരെ പ്രതികാരം ചെയ്യുമോ, ട്രംപിനെ വ്യക്തിപരമായി ആക്രമിക്കുമോ എന്നുള്ള സന്ദേഹം ഇപ്പോൾ ശക്തമാണ്. ബൈഡൻ ഭരണകാലത്ത് 1200-ലധികം ഇറാനികൾ US-ൽ പ്രവേശിച്ചതായി ട്രംപിൻ്റെ അതിർത്തി സർ ടോം ഹോമാൻ പറയുന്നു. ബൈഡൻ്റെ ഭരണകാലത്ത് FBI കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തദ്ദേശീയ ഭീകരരിൽ ആയിരുന്നു. എന്നാൽ ആ അവസരത്തിൽ US-ലേക്ക് അനധികൃതമായി ധാരാളം ഇറാനികൾ കടന്നുകൂടി എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രതികാര ആക്രമണം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുമോ എന്ന് ശ്രദ്ധയോടെ അമേരിക്ക ഇപ്പോൾ നോക്കിക്കാണുന്നതും. ഉപഗ്രഹ ചിത്രങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ രാത്രിയിൽ US നടത്തിയ ആക്രമണങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തി. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഉന്മൂലനം എന്നത് കൃത്യമായ പദമാണ്. അമേരിക്കൻ സേന അത് കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നു. ഭൂഗർഭ ഫോർഡോ ആണവ കേന്ദ്രത്തെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് അവകാശപ്പെടുന്നത് ഏറ്റവും വലിയ നാശനഷ്ടം ഭൂനിരപ്പിന് വളരെ താഴെയാണ് സംഭവിച്ചതെന്ന്. അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ തച്ചുടയ്ക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ നിലയിൽ വ്യോമ പ്രതിരോധമൊരുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ മണ്ണിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ ഇപ്പോൾ നീങ്ങുന്നു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാൻ ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകി. ഇറാന്റെ ഉന്നത സുരക്ഷാ അതോറിറ്റിയായ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനം കൂടി വന്നാൽ ഇക്കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. ഹോർമുസ് കടലിടുക്ക് അടച്ചാൽ അത് ലോക വ്യാപാരത്തെ ബാധിക്കും. ഗൾഫിൽ നിന്നുള്ള എണ്ണക്കപ്പലുകളുടെ പ്രധാന സഞ്ചാരപാതയാണിത്. നേരത്തെ ഇറാന്റെ പരിഗണനയിൽ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്ന ഒരു തന്ത്രമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായതും ഇടുങ്ങിയതുമായ എണ്ണവാതക കപ്പൽ റൂട്ടാണ് ഹോർമുസ് കടലിടുക്ക്.
എന്നാൽ ഇറാൻ്റെ ഭയപ്പെടുത്തലുകൾ എന്തുകൊണ്ട് അമേരിക്ക അവഗണിക്കുന്നു എന്നതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനാണ് ഇറാൻ്റെ നീക്കമെങ്കിൽ ഇനിയും ഭയാനകമായ ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും ഇറാൻ മണ്ണ്. അലി ഖമനേയി ഏറെ ദുർബലനാണ് എന്നതുകൊണ്ട് തന്നെ ട്രംപ് തൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് അതിമാരകമായ ആക്രമണങ്ങൾ ഇനിയും ഇറാൻ മണ്ണിൽ നടത്തും. ഇറാൻ്റെ ആയത്തുള്ള അലി ഖമനേയി തൻ്റെ നേതൃത്വത്തിന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഒരു സ്വേച്ഛാധിപതി എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഖമേനി. ഒരു ബങ്കറിലാണ് അലി ഖമനേയി. അദ്ദേഹത്തിന് 86 വയസ്സായി. ശാരീരികവും വൈജ്ഞാനികവുമായ ബാൻഡ്വിഡ്ത്ത് പരിമിതമാണ് അലി ഖമനേയിക്ക്. അദ്ദേഹത്തിൻ്റെ മിക്ക ഉന്നത സൈനിക കമാൻഡർമാരും ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു. സ്വന്തം വ്യോമാതിർത്തി പോലും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അലി ഖമനേയിക്കോ ഇറാനോ ഒരു സാധ്യതയുമില്ല എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. ഈ യുദ്ധം അവർക്ക് ജയിക്കാൻ കഴിയില്ല. സൈനികമായും സാമ്പത്തികമായും സാങ്കേതികമായും വലിയ തകർച്ച നേരിടും ഇറാൻ. ഖമനേയിയെ കൊലപ്പെടുത്താനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി നേരത്തെ നിരസിച്ചിരുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ്റെ പരമോന്നത നേതാവ് എളുപ്പമുള്ള ലക്ഷ്യമാണ് എന്ന് നെതന്യാഹു പലവട്ടം ആവർത്തിച്ചു. ട്രംപ് ഇക്കാര്യം ശരിവെക്കുകയും ചെയ്തു. അലി ഖമനേയി കൊല്ലപ്പെട്ടാൽ അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പിളർപ്പിന് തന്നെ കാരണമാകും. വലിയ ആഘാത തരംഗങ്ങൾ അത് ഇറാന് മേൽ അടിച്ചേൽപ്പിക്കും. ഇറാൻ ആക്രമണങ്ങളെ വിവരിക്കാൻ ഇല്ലാതാക്കൽ എന്ന പദമാണ് ട്രംപ് തുടർച്ചയായി ഉപയോഗിക്കുന്നത്. ട്രംപിനെതിരെ പഴയ രീതിയിലുള്ള ഭീഷണികൾക്കൊന്നും ഇപ്പോൾ ഇറാന് മാർഗമില്ല. ലോകരാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്കെതിരായ കൃത്യമായ വിമർശനങ്ങളും ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ വിജയമാണ് അമേരിക്കൻ ആക്രമണങ്ങളിലൂടെ അവർ നേടിയെടുത്തത്. നെതന്യാഹുവിൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളിൽ ഒടുവിൽ ട്രംപ് പെട്ടു എന്ന് ചിലർ പറയുന്നു. ഇറാനെതിരെയുള്ള അമേരിക്കൻ ആക്രമണങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ഇസ്രായേലികൾ തന്നെ. അതിശക്തമായ ആക്രമണങ്ങൾ ഇനിയും തുടരേണ്ടി വരും അമേരിക്കയ്ക്ക്. പ്രത്യേകിച്ച് ഏതെങ്കിലും തലത്തിലുള്ള പ്രതികാര നടപടികൾക്ക് ഇറാൻ മുതിർന്നാൽ. അലി ഖമനേയി എത്ര കാലം ഇങ്ങനെ ബങ്കറിലിരുന്ന് തൻ്റെ സേനാ വിഭാഗത്തെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.